അമേഠിയിലെ ഗൗരാഗണ്ഡ് സുൽത്താൻപൂർ റോഡിൽ കഴിഞ്ഞ ദിവസം ഒരു VVIP വീടിൻ്റെ പാലുകാച്ച് നടന്നു. അത് മറ്റാരുടെയുമായിരുന്നില്ല, സ്ഥലം MP-യും മഹാരാഷ്ട്രക്കാരിയുമായ സ്മൃതി ഇറാനിയുടെ. 2019 അമേഠിക്കാർ സ്മൃതിയെ അവരുടെ പ്രതിനിധിയായി തിരഞ്ഞെടുത്തപ്പോൾ നൽകിയ വാഗ്ദാനമാണ് താൻ പൂർണ്ണ സമയം അമേഠിക്കാരിയായിരിക്കുമെന്ന്. ആ വാഗ്ദാനവും പാലിച്ചാണ് സ്മൃതി 2024 മൂന്നാം വട്ടവും മത്സരിക്കാനിറങ്ങുന്നത്. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, 2019 പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യത്തൊട്ടാകെ വൻ പരാജയം ഏറ്റുവാങ്ങിയ പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ അവരെ വല്ലാതെ വലച്ചത്, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് അമേഠിയിലെ രാഹുലിൻ്റെ തോൽവിയായിരുന്നു. ചെറുതൊന്നുമല്ല, 55,120 വോട്ടുകൾക്കാണ് സ്മൃതി ഇറാനിയോട് സാക്ഷാൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നത്. വയനാട്ടിലെ MP ആയെങ്കിലും ഗാന്ധി കുടുംബത്തിൻ്റെ സ്വന്തം അമേഠി കൈവിട്ടതിൻ്റെ ആഘാതം കോൺഗ്രസിന് ചെറുതൊന്നുമല്ല. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ജനമനസ്സുകളിൽ എങ്ങനെ ഇടം നേടാം എന്ന് BJP രാജ്യത്തിന് കാട്ടിക്കൊടുത്ത മാതൃകയായിരുന്നു അമേഠി. കുത്തക മണ്ഡലങ്ങൾ എന്നതൊന്നില്ല എന്നും ജനം ചിന്തിക്കുന്നത് വിശ്വസിക്കുന്നത് എന്തൊക്കെയെന്നും അമേഠി ഫലം പാഠമാക്കി. കോൺഗ്രസ് ഒരിക്കലും അമേഠി തങ്ങളെ കൈവിടുമെന്ന് വിശ്വസിച്ചിരുന്നില്ല, സ്മൃതി ഇറാനി ജയിച്ച ഫലം വരുന്നതുവരെ. ഏറ്റവും ഒടുവിൽ വീണ്ടും അമേഠിയിൽ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ രാഹുലിന് രണ്ടു മനസ്സ് ഉണ്ടാകുന്നത് പോലും അമേഠി പഠിപ്പിച്ച പാഠമാണ്. രാജ്യത്തെവിടെയെങ്കിലും രാജീവ് ഗാന്ധിയുടെ ചിത്രം ഇപ്പോഴും ഉപയോഗിക്കുന്നെങ്കിൽ അത് അമേഠിയിലാണ്. രാജീവ് ഗാന്ധി ഇന്നും നിശബ്ദനായി വോട്ട് പിടിക്കുന്ന മണ്ഡലം, അത്രത്തോളം ഗാന്ധി കുടുംബവുമായി ബന്ധമുള്ള മണ്ഡലം. 1967 മുതൽ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലം. 1981 സഞ്ജയ് ഗാന്ധിയിലൂടെ തുടങ്ങിയ ഗാന്ധി കുടുംബ ബന്ധം അമേഠിക്ക് 2019 രാഹുൽ വരെ നീണ്ടു. രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയുമൊക്കെ അമേഠിയെ പ്രതിനിധീകരിച്ചു. ഓരോ തെരഞ്ഞെടുപ്പിലും അമേഠി ഗാന്ധി കുടുംബാംഗത്തിന് ഭൂരിപക്ഷം കൂട്ടി നൽകി. ജയിച്ച MP മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും പ്രചാരണത്തിന് ഒരു ദിവസം പോലും വന്നില്ലെങ്കിലും അമേഠിക്കാർ വോട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. 15 വർഷമാണ് രാഹുൽ അമേഠിയുടെ പ്രതിനിധിയായിരുന്നത്. ഈ 15 വർഷത്തിൽ മണ്ഡലത്തിലേക്ക് വന്നത് വിരലെണ്ണാവുന്ന ദിവസങ്ങളും. 2014 തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയെയാണ് BJP രാഹുലിനെതിരെ മത്സരിപ്പിച്ചത്. അന്ന് സ്മൃതി തോറ്റത് 1,79,003 വോട്ടുകൾക്ക്. ആ തോൽവിക്ക് ശേഷമാണ് സ്മൃതി ഇറാനി അക്ഷരാർത്ഥത്തിൽ അമേഠിക്കാരിയായത്. കേന്ദ്രമന്ത്രിയായിട്ടും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടായിട്ടും സ്മൃതി അമേഠിയുടെ സ്വന്തം ദീദിയായി. MP അല്ലാതിരുന്നിട്ടും അമേഠിയിലെ ഓരോ മുക്കിലും മൂലയിലും സ്മൃതി എത്തി. രാഹുൽ കാണാതിരുന്ന അമേഠി സ്മൃതി കണ്ടെത്തി. തകർന്ന റോഡുകളും കുടിവെള്ളമെത്താത്ത ഗ്രാമങ്ങളും വികസനം തൊട്ടു തീണ്ടാതിരുന്ന പ്രദേശങ്ങളും സ്മൃതി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചു. അമേഠിക്കായി രാഹുൽ ഒന്നും ചെയ്തില്ലെന്ന BJP പ്രചാരണത്തിൻ്റെ അപകടം മനസ്സിലാക്കാൻ പക്ഷേ കോൺഗ്രസിനായില്ല. സ്മൃതി കടന്നുകയറുന്ന ജനമനസ്സുകൾ മുൻകൂട്ടി കാണാൻ രാഹുൽ ഗാന്ധിക്കുമായില്ല. ഏത് സാഹചര്യത്തിലും ഏത് സ്ഥാനാർത്ഥി വന്നാലും അമേഠിക്കാർ ഗാന്ധി കുടുംബത്തെ കൈവിടില്ലെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ ആയുസ് 2019 മെയ് 23 വരെ നീണ്ടുള്ളൂ. അമേഠി കോൺഗ്രസിനെ, രാഹുലിനെ കൈവിട്ടു. രാഹുൽ തോറ്റു. ഇന്ന് ശ്രീരാമനും മോദിയും സ്മൃതിയും നിറയുന്ന മണ്ഡലമാണ് അമേഠി. തിരിച്ചുവരവിന് കോൺഗ്രസ് ആഞ്ഞു ശ്രമിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അമേഠിക്കാരിയായ സ്മൃതി 2019 സ്മൃതിയേക്കാൾ കരുത്തയാണ് ഇവിടെ. 2019 രാഹുൽ ഫാക്ടറിൻ്റെ അഭാവവും മോദിയും അയോധ്യയും നിറയുന്ന UP രാഷ്ട്രീയവും കുറച്ചൊന്നുമല്ല കോൺഗ്രസിൻ്റെ മനസ്സിൽ ആശങ്ക വിതയ്ക്കുന്നത്. രാഹുലിൻ്റെ പരാജയം ഇന്നും വിശ്വസിക്കാനാവാത്ത അമേഠിയിലെ കോൺഗ്രസ്സുകാർ, കടുത്ത ഗാന്ധി കുടുംബ ഭക്തർ പറയുന്നത് അത് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തകരാറാണെന്നാണ്. BJPയുടെ സംഘടനാ സംവിധാനവും ഇന്ന് അമേഠിയിൽ അത്രയേറെ വളർന്നു കഴിഞ്ഞു. തുടർച്ചയായി രാഹുലിനെ മത്സരിക്കാൻ വെല്ലുവിളിക്കുന്ന സ്മൃതി ഇറാനിയുടെ ആത്മവിശ്വാസവും ഇക്കാരണങ്ങൾ ഒക്കെ കൊണ്ടാണ്.